ധർമ്മത്തിൻ്റെയും ഒരേ നേർരേഖയിലേക്ക് നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റർ, എൻ്റെ ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യയായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന ലീഡർ ശ്രീമതി പ്രമീള ശശിധരൻ, നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ ശശി, വാർഡ് കൗൺസിലർ ദിവ്യ, വാർഡ് മുൻ കൗൺസിലർ ദിവ്യ, എൻ്റെ മുന്നിലുള്ള ധാരാളം ബ്രഹ്മകുമാരീസിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇവിടുത്തെ ബ്രഹ്മകുമാരീസിൻ്റെ ചാലകശക്തികളായിട്ടുള്ള ഏറ്റവും പ്രധാനമായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ തന്നെ നല്ല വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്നോട് സൂചനയായിട്ട് പറഞ്ഞത് മണ്ണും മനസ്സിനെയും അറിയുക എന്നുള്ളതാണ് ദൗത്യം എന്നും വാക്കുകളിലൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മണ്ണ് പ്രകൃതിയാണ്, മണ്ണ് തന്നെയാണ് സ്ത്രീ. ശക്തി സ്ത്രീ പുരുഷ സംഗമത്തെ പോലെ ശക്തിയുടെയും ശിവന്റെയും സംഗമം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ജീവിതങ്ങളായി ഓരോ വഴിയരികിലും ഓർമ്മപ്പെടുത്തലുകളായി നിലകൊള്ളുകയാണ്. അർദ്ധനാരീശ്വര സങ്കല്പം പോലെ, ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ, ഒന്ന് തളർന്നാൽ മറ്റൊന്നില്ല എന്നുള്ളതാണ്. ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്, ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്, എൻ്റെ വാക്കുകൾ അത് വാക്കുകളാണ്. എന്നാൽ ഇതുപോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ വാക്ക് എന്ന് പറയുന്നത് വാക്ക് തന്നെ മെഡിറ്റേഷനാണ്. സന്യാസിമാരും സന്യാസിനിമാരും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ നിറത്തിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം പരമമായിട്ടുള്ള ആത്മജ്ഞാനത്തിലേക്കുള്ള വഴികളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ, ഈശ്വരീയതയെ തിരിച്ചറിയാൻ നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അനുഗ്രഹവർഷമായിട്ട് ചൊരിയുന്ന വാക്കുകൾ ഉപയോഗപ്പെടുന്ന ഇടങ്ങളാണ് പ്രത്യേകിച്ച് ഈ ബ്രഹ്മകുമാരീസിൻ്റെ ദേവാലയം എന്ന് പറയുന്നത്. ഇവിടെ മറ്റു വാക്കുകൾക്ക് പ്രസക്തിയില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാൾ, എൻ്റെ കർമ്മമണ്ഡലം വളരെ തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും വേദിയാകുന്ന ഇടങ്ങളാണ്. എന്നാൽ ഇവിടെ നിലനിൽക്കുന്നത് ശാന്തി മാത്രം. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ബ്രഹ്മകുമാരീസുമായി ഏറെ ഞാൻ ചേർന്ന് നിന്നില്ല എന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. അതിൻ്റെ കാരണം, ഞങ്ങൾ ഒരുമിച്ച്, മീനാ സിസ്റ്ററും എനിക്കും ഒരുമിച്ച് ഒരു വലിയ ചിന്മയ മിഷൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇവരുടെയൊക്കെ വാക്കുകൾ എന്ന് പറയുന്നത് മനസ്സിൽ ഇരുത്തം വന്ന് ചിന്തിക്കുന്ന വാക്കുകൾ മാത്രം പറയാൻ ശക്തി പ്രപഞ്ചം ഒരുക്കി കൊടുക്കുന്നവരാണ് ഇവർ. അതുപോലെ എനിക്ക് സാധിക്കില്ല. ഞാൻ യഥാർത്ഥത്തിൽ മാറ്റുരയ്ക്കുന്നത് ഷഡനോട് ഷാഢ്യം എന്നുള്ളതാണ്. നല്ല വാക്കുകൾ പറഞ്ഞാൽ, മന്ത്രാക്ഷരങ്ങൾ ചൊല്ലിയാൽ, സഹസ്രം നാമം ചൊല്ലിയാൽ ഞാൻ ഏറ്റുമുട്ടുന്നത് ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒട്ടും സത്യസന്ധതയില്ലാത്ത, നീതിബോധമില്ലാത്ത, തെറ്റുകൾ ചെയ്തിട്ടും അത് ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ സാധിക്കുന്നവരുടെ ഒരു ഇടത്തിലാണ്. അവിടെ ഞാൻ റോൾ മോഡലായിട്ട് എടുക്കുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്. കാരണം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്, അർജുന, തേർത്തട്ടിൽ തളർന്നിരുന്നാൽ നിനക്ക് നിന്നെ നഷ്ടപ്പെടും,
നിനക്ക് നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടും. നീ നിന്റെ ബന്ധുക്കളെ കുറിച്ചോർത്ത് നീ കരഞ്ഞാൽ അവരുടെ ഗാണ്ഡീവത്തിലെ ആ അസ്ത്രങ്ങൾ നിന്റെ നെഞ്ചകം പിളർക്കും എന്ന് സാക്ഷാൽ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തതുപോലെ എനിക്ക് പറയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, ഈ നാടിനെ തകർക്കുന്ന ക്ഷുദ്രശക്തികൾക്ക് മുൻപിൽ അർജുനനാകാനുള്ള യോഗ്യതയൊന്നുമില്ലെങ്കിലും ബ്രഹ്മകുമാരീസിന്റെ അമ്മമാർ, സഹോദരിമാർ കൃഷ്ണ വേഷത്തിൽ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ശക്തിയുക്തം ഈ പ്രസ്ഥാനത്ത്, ഈ ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ദൗത്യത്തിൽ നിന്ന് ഒരിറ്റ് ഏറ്റുവാങ്ങുകയും, എന്നാൽ ഈ കർമ്മഭൂമിയിൽ, കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജം എനിക്ക് പകർന്നു തരികയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഞാൻ അനുഗ്രഹം ചൊരിഞ്ഞാൽ നടന്നു നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓരോ ദിവസവും പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ഞങ്ങളുടെ ശോഭ ജയിക്കണേ, ജയിക്കണേ, ജയിക്കണേ എന്ന് ഒരിക്കൽ, 2 വട്ടം, 3 വട്ടം പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് പ്രാർത്ഥനയ്ക്ക് അതിശക്തമായിട്ടുള്ള കരങ്ങളായിട്ട് വർത്തിക്കാൻ സാധിക്കും. പ്രവർത്തകന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ മനസ്സിനെ ഏകീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു അനുഗ്രഹ വർഷം ചൊരിയാൻ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് എനിക്കിവിടെ ഈ നൽകിയിട്ടുള്ള ഷാൾ, എൻ്റെ നെറ്റിയിൽ അർപ്പിച്ചിട്ടുള്ള ചന്ദനം, എനിക്കിവിടെ നൽകിയിട്ടുള്ള വരവേൽപ്പ്, നൽകിയിട്ടുള്ള റോസാപ്പൂക്കൾ പതിച്ച പൂച്ചെണ്ടുകൾ, ഇത് ഞാൻ തിരിച്ച് നിങ്ങളുടെ MLA ആകുമ്പോൾ 5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു സാധാരണ MLA ആയിരിക്കാനല്ല, 700 കോടിയുടെ വികസന പദ്ധതികൾ 3 മാസം കൊണ്ട് ഈ കേരളത്തിന്റെ മുന്നിൽ നടപ്പിലാക്കാൻ, പാലക്കാടിൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല. ഇനി മാത്തൂരിലെ, കണ്ണാടിയിലെ, പിരായിരിയിലെ ദുഃഖമനുഭവിക്കുന്ന കർഷകരുടെ മണ്ണിനെ പൊന്നുപോലെ നോക്കാൻ, മണ്ണിൽ വിത്ത് എറിഞ്ഞ് അത് കൃഷിയാക്കി മാറ്റിയ ഒരു അച്ഛൻ്റെ മകളായി സത്യസന്ധതയോടുകൂടി ആ മണ്ണിനെ തൊട്ടറിയാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ സന്തോഷത്തോടുകൂടെ, ഇത്രയും തിരക്കുകളുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും ഒരുമിച്ച് കാത്തിരുന്നു. അടുത്തത് നമ്മുടെ പ്രമീള ശശിധരൻ, ഒപ്പം നമ്മുടെ ദിവ്യ